വെടിനിർത്തൽ കരാർ അവസാനിച്ചുവെന്ന പ്രഖ്യാപനത്തിന് പിന്നാലെ വീണ്ടും ഇറാനിൽ ആക്രമണം നടത്തിയിരിക്കുകയാണ് അമേരിക്ക. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിർദ്ദേശപ്രകാരം ഇറാനിൽ ആക്രമണം നടത്തിയതായി US സെൻട്രൽ കമാൻഡ് സ്ഥിരീകരിച്ചു. ഹോർമുസ് കടലിടുക്കിലെ തുറമുഖ നഗരങ്ങളായ സിറിക്, ബന്ദർ അബ്ബാസ് എന്നിവിടങ്ങളിൽ സ്ഫോടനമുണ്ടായതായി ഇറാനിയൻ സ്റ്റേറ്റ് മീഡിയയും റിപ്പോർട്ട് ചെയ്തു. ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള അന്താരാഷ്ട്ര വാണിജ്യ കപ്പലുകൾക്ക് നേരെ ഇറാൻ നടത്തിയ ആക്രമണങ്ങൾക്ക് തിരിച്ചടിയായാണ് ഇതെന്ന് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചു. ഹോർമുസ് കടലിടുക്കിലെ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് ഭീഷണിയാകാനുള്ള ഇറാന്റെ ശക്തി ദുർബലപ്പെടുത്താനാണ് ഈ ആക്രമണമെന്ന് US സെൻട്രൽ കമാൻഡ് എക്സിൽ കുറിച്ചു. ഇറാന്റെ അതീവ തന്ത്രപ്രധാന തീരദേശ മേഖലകളായ ചബഹാർ, കോണാർക്ക്, ബുഷഹർ, ഖേഷം ദ്വീപുകൾ എന്നിവിടങ്ങളിലും US സൈന്യം വ്യോമാക്രമണം നടത്തിയെന്നാണ് റിപ്പോർട്ട്. സൈനിക കേന്ദ്രങ്ങൾ, മിസൈൽ വിക്ഷേപണ സ്ഥലങ്ങൾ, റഡാർ സംവിധാനങ്ങൾ, വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ എന്നിവ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം. ഇത് ഇന്നലെ കപ്പലുകൾക്ക് നേരെ ഇറാൻ നടത്തിയ ആക്രമണത്തിനുള്ള പകരം വീട്ടലാണ്. ഇങ്ങനെ വീണ്ടും സംഭവിച്ചാൽ കാര്യങ്ങൾ കൂടുതൽ വഷളാകുമെന്നായിരുന്നു സ്വന്തം സാമൂഹിക മാധ്യമമായ ട്രൂത്ത് സോഷ്യലിൽ പങ്കുവച്ച കുറിപ്പിൽ ട്രംപ് പറഞ്ഞത്. ഇറാനിലെ ചബഹാർ നഗരത്തിൽ സ്ഫോടനം നടക്കുന്നതിന്റെ ചിത്രം ഓപ്പൺ സോഴ്സ് ഇന്ത്യ പങ്കുവച്ചിരുന്നു. ഇത് വീണ്ടും പങ്കുവച്ചുകൊണ്ടാണ് ട്രംപിന്റെ ട്രൂത്ത് സോഷ്യലിലെ പ്രതികരണം എത്തിയത്. ഇറാനിലെ ഇറാൻ ഷ്റഫ് നഗരത്തിൽ US ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടതായുള്ള വിവരങ്ങളുണ്ട്. ചബഹാർ നഗരങ്ങളിൽ ആശുപത്രിക്ക് നേർക്കടക്കം ആക്രമണമുണ്ടായി. അഖലയിൽ പാലങ്ങൾക്ക് നേരെയും ആക്രമണമുണ്ടായി. കമാൻഡർ ഇൻ ചീഫിന്റെ നിർദ്ദേശപ്രകാരം US സെൻട്രൽ കമാൻഡ് ഇറാനെതിരെ കൂടുതൽ ആക്രമണങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് എന്ന് സെൻകോം ഔദ്യോഗിക എക്സ് അക്കൗണ്ടിൽ കൂടി അറിയിച്ചിട്ടുമുണ്ട്. ഹോർമുസ് കടലിടുക്കിലെ യാത്രാ സ്വാതന്ത്ര്യത്തെ ഭീഷണിപ്പെടുത്താനുള്ള ഇറാന്റെ ശേഷിയെ കൂടുതൽ ദുർബലമാക്കാനാണ് പുതിയ ആക്രമണങ്ങളെന്നും സെൻകോം പ്രസ്താവനയിൽ അറിയിച്ചു. ഹോർമുസിലെ അന്താരാഷ്ട്ര സമുദ്രപാതയിലെ കപ്പലുകൾക്കെതിരെ അടുത്തിടെ ഉണ്ടായ ആക്രമണങ്ങളുടെ ഉത്തരവാദി ഇറാനാണെന്ന നിലപാടാണ് USനെന്നും സെൻകോമിന്റെ കുറിപ്പിൽ പറയുന്നു. ചബഹാറിലും സമീപ നഗരമായ കൊനാരക്കിലും താമസിക്കുന്നവർ സ്ഫോടന ശബ്ദങ്ങൾ കേട്ടെന്ന് പറഞ്ഞതായും ഇറാന്റെ തസ്നീം വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. 2 നഗരങ്ങളിലുമായി 10 തവണ സ്ഫോടന ശബ്ദങ്ങൾ കേട്ടതായാണ് പ്രദേശവാസികൾ പറയുന്നത്. ഇറാനിലെ അഖലയിൽ അക്തലാഖാൻ പാലത്തിന് നേർക്ക് US ക്രൂയിസ് മിസൈൽ ആക്രമണം ഉണ്ടായതായും ഈ ആക്രമണത്തിനെതിരെ തിരിച്ചടിയുണ്ടാകുമെന്നും ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് പ്രതികരിച്ചതായി ഇറാന്റെ ഫാസ്റ്റ് ന്യൂസ് ഏജൻസിയും റിപ്പോർട്ട് ചെയ്തു. പാലത്തിന് നേർക്കുള്ള ആക്രമണത്തിൽ ആളപായമൊന്നുമില്ല. ശക്തമായ തിരിച്ചടി USന് നേർക്കുണ്ടാകുമെന്നും IRGC വ്യക്തമാക്കി. ചൊവ്വാഴ്ച രാത്രി ഇറാനിലെ 80 സൈനിക താവളങ്ങളിൽ US ആക്രമണം നടത്തിയിരുന്നു. പിന്നാലെയാണ് തുർക്കിയിലെ അങ്കാറയിൽ നാറ്റോ ഉച്ചകോടിക്കിടെ പ്രഖ്യാപനവുമുണ്ടായത്. USന്റെയും ബഹ്റൈനിലെയും കുവൈറ്റിലെയും 85 കേന്ദ്രങ്ങൾ ഇറാനും ആക്രമിച്ചു. ബഹ്റൈനിലെ സൽമാൻ പോർട്ടിലും 5ാം കപ്പൽപ്പടയ്ക്ക് നേരെയും കുവൈറ്റിലെ അലി അൽ സാലിം എയർബേസിലുമാണ് ആക്രമണമുണ്ടായത്. ഇറാനുമായി വെടിനിർത്തൽ കരാർ അവസാനിച്ചെന്ന് പ്രഖ്യാപിച്ച US പ്രസിഡന്റ് ട്രംപ് ഇറാനിലെ ഭരണകൂടം ക്യാൻസറാണെന്നും എത്രയും വേഗം മുറിച്ചു മാറ്റുമെന്നും പറഞ്ഞു. ഇറാനെ ആണവമുക്തമാക്കുമെന്നും ആവർത്തിച്ചു. അവർ നുണയന്മാരും ചതിയന്മാരും രോഗബാധിതരുമാണ്. സ്വന്തം ജനങ്ങളെ വേദനിപ്പിച്ചു. 54,000 ആളുകളെ കൊലപ്പെടുത്തി. ഖമനേയിയുടെ മരണാന്തര ചടങ്ങുകൾ ശ്രദ്ധിക്കുന്നതിനു പകരം കപ്പലുകൾ ആക്രമിക്കുകയാണെന്നും ട്രംപ് പറഞ്ഞു. അതേസമയം അമേരിക്ക ഇറാനിൽ വീണ്ടും ശക്തമായ വ്യോമാക്രമണം നടത്തിയതിന് പിന്നാലെ വ്യാഴാഴ്ച പുലർച്ചെ കുവൈറ്റ്, ബഹ്റൈൻ, ഖത്തർ എന്നീ രാജ്യങ്ങളിൽ മിസൈൽ മുന്നറിയിപ്പ് സൈറണുകൾ മുഴങ്ങി. ഇതോടെ മേഖലയിൽ യുദ്ധം വീണ്ടും ശക്തമാകുമെന്ന ആശങ്ക വർദ്ധിച്ചിരിക്കുകയാണ്. 3 ഗൾഫ് രാജ്യങ്ങളിലും ഉടനടി നാശനഷ്ടങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിലും തങ്ങളുടെ അതിർത്തിക്കുള്ളിലേക്ക് വന്ന ഡ്രോണുകളും മിസൈലുകളും സജീവമായി പ്രതിരോധിച്ചതായി കുവൈറ്റ് സൈന്യം വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.